ഞാൻ പറഞ്ഞത് വേണ്ട, ഇനി കൂടുതലൊന്നും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട. നീയും ആ സന്ദീപ് എന്ന് പറയുന്ന ആളും കൂടി ചേർന്ന് ദേവു ചേച്ചിയുടെ കല്യാണം മുടക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ രണ്ടാളും ചേർന്ന് ഇനി എന്ത് കളി കളിച്ചാലും ദേവു ചേച്ചിയും ഗഗനേട്ടും തമ്മിലുള്ള കല്യാണം നടക്കും. അത് പ്ലാൻ ചെയ്ത പോലെ എല്ലാ ചടങ്ങുകളോടും കൂടി. വിനോദ്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഉദ്ദേശിക്കുന്നത് പോലെ വേണ്ട വേണ്ട, കൂടുതലൊന്നും സംസാരിക്കണ്ട. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. വിനോദൻ, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. എന്താ മോനെ, എന്താ പ്രശ്നം? മോനെന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ്? അത് ശരി. അതിനിടയ്ക്ക് നീ അച്ഛനെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ? എന്താ വിനോദേ, എന്താ കാര്യം? ഒന്നുമില്ല അച്ഛാ, ദേവുച്ചിയുടെ കല്യാണം മുടക്കണമെന്നാ ഇപ്പൊ ഞാൻ പറയുന്നത്. ഇവനെ ആ സന്ദീപ് പറഞ്ഞു വിട്ടിരിക്കുന്നതാ. എങ്ങനെയെങ്കിലും ഈ കല്യാണം അലങ്കോലാക്കി ചെറുക്കൻ കൂട്ടരെയും പിന്നെ പെണ്ണ് വീട്ടുകാരെയും തമ്മിൽ പറഞ്ഞു തെറ്റിക്കാൻ. എന്നാലല്ലേ സന്ദീപിന് ഈ അവസരം മുതലാക്കാൻ പറ്റൂ. എന്റെ പൊന്നു വിനോദേ, നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. സന്ദീപേട്ടൻ പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. ദേവു ചേച്ചിയുടെ നന്മയെ കരുതിയ. ശരിക്കും ഈ കല്യാണം നടക്കുന്നത് ദേവു ചേച്ചിയെ ചതിക്കാൻ വേണ്ടിയിട്ടാ. ഇനിയിപ്പോ അതിനാണ് ഉദ്ദേശിച്ചെങ്കിലേ ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഞങ്ങൾക്കില്ലാത്ത വിഷമമൊന്നും നിനക്കും ആ സന്ദീപിനും വേണ്ടല്ലോ. വിനോദേ, നീ നടങ്ങ്. അവനെന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. എന്താ? അങ്കിൾ, ഞാൻ പറയുന്നത് ദേവി ഇത് വിശ്വസിക്കണം. ആഹാ, നീ ഇങ്ങ എത്തിയോ? നിനക്കെന്താ ഇവിടെ കാര്യം? അത് ആര് വിളിച്ചിട്ടാ നീ ഇവിടെ വന്നേ? ദേ, ഈ കല്യാണം കുളവാക്കാനുള്ള വല്ല ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. നിന്റെ സന്ദീപിന്റെ ഒക്കെ ഇടപെടൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ പോലീസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിന്നെ ഇവിടെ കണ്ട സത്യമായിട്ട് അവര് പിടിച്ചകത്തിടും. ഒന്ന് പേടിപ്പിക്കാതെ പോടോ. എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നേ? സത്യം എന്താണെന്ന് അറിഞ്ഞാ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. ആഹാ, എങ്കിലും അതൊന്ന് കാണണമല്ലോ. ദേ, മാനം മര്യാദയ്ക്ക് നടക്കുന്ന ചടങ്ങ് അലങ്കോലപ്പെടുത്താതെ പോകുന്നത് നിനക്ക് നല്ലത്. പോടാ, പോവാനല്ലേ പറഞ്ഞത്? എന്നോട് പോകാൻ പറയാൻ നീ ആരാ? ഗഗൻ, കിഷനോട് ഞാൻ കാര്യം പറഞ്ഞോളാം. ഇവിടെ നിൽക്ക്, വാ. കിഷ, ദൈവത്തെ ഓർത്ത് നീയായിട്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്റെ മോളുടെ കല്യാണം നടക്കുന്നത് ഒരുപാട് ആഗ്രഹിച്ചതാ. അവൾക്ക് ഇങ്ങനെ ഒരു യോഗം ഉണ്ടാവാൻ വേണ്ടിട്ട്. അങ്കിളെ, നീയായിട്ട് ഇതില്ലാതാക്കരുത് മോനെ. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഒന്ന് പോയി തരോ? ചെല്ല്. ശരി അങ്കിളെ, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സ് കാണിക്കാത്തതിന് എല്ലാവർക്കും ദുഃഖിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞേക്കാം. അച്ഛാ, ഇതൊന്നും കാര്യാക്കണ്ട. അച്ഛനെ വേഗം പോയി ഡ്രസ്സ് മാറിട്ടോ. പോലീസിൽ പരാതി കൊടുക്കാൻ പോയ തമ്പിയേട്ടനെ ഇതുവരെ കാണുന്നില്ലല്ലോ അമ്മേ. അതിന് പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്നല്ലേ തമ്പി പറഞ്ഞത്? അമ്മേ,
എന്നാലും അവനെ കൊണ്ടുപോയിട്ട് ഇത്രയും നേരം കഴിഞ്ഞില്ലേ? ഇനി നമ്മളായിട്ട് പരാതി കൊടുക്കാതിരുന്ന അതും പിന്നെ പ്രശ്നമായി വന്നാലോ എന്ന് പറഞ്ഞ തമ്പിയേട്ടൻ പരാതി കൊടുക്കാൻ പോയത്.